വാഗ്ദാനങ്ങൾ നടപ്പാകാതെ വന്നതോടെ അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് കാൽ മുറിച്ചു മാറ്റിയ സന്ധ്യയുടെ കുടുംബം ദുരിതത്തിലാണ്. സർക്കാർ പ്രഖ്യാപിച്ച 1 ലക്ഷം രൂപയും ഇൻഷുറൻസ് വീട്ടുവാടകയും ലഭിച്ചില്ല. സന്ധ്യയ്ക്ക് കൈത്താങ്ങായത് മമ്മൂട്ടി ഫൗണ്ടേഷൻ ചികിത്സയ്ക്ക് നൽകിയ 3 ലക്ഷം രൂപ മാത്രം. മുന്നോട്ടുള്ള ജീവിതം പ്രതിസന്ധിയിലാണെന്നും സർക്കാർ സഹായിക്കണമെന്നും സന്ധ്യ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ ചികിത്സ മമ്മൂട്ടി ഫൗണ്ടേഷൻ മമ്മൂട്ടി ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ചികിത്സ നടന്നത്. പിന്നെ കാല് വെക്കാമെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്. കാലിൻ്റെ മുറിവുകളൊക്കെ ഉണങ്ങിയതിന് ശേഷം വെക്കാമെന്നുള്ള ഒരു വാക്ക് മമ്മൂട്ടി കൊണ്ട് തന്നിട്ടുണ്ട്. രാര കമ്പനിയിൽ നിന്ന് ഒരു 3 ലക്ഷം രൂപ നമുക്ക് തന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് 15,000 രൂപ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് പ്രഖ്യാപിച്ച ഒരു 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇന്നുവരെയും കിട്ടിയിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു സഹായം നമുക്ക് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ കിട്ടണമെന്ന് തന്നെയാണ്. അതായത് നമുക്ക് മുന്നോട്ട് പോകാൻ യാതൊരു വഴിയില്ല. വീടില്ല, വീട് മൊത്തം ഇതായി പോകില്ലേ. വീട് വേണമെന്നുള്ളതാണ്. സന്ധ്യയുടെ മകൻ നേരത്തെ മരിച്ചതാണ്. ഹസ്ബൻഡും ആ മണ്ണിടിച്ചിലിൽ നഷ്ടപ്പെട്ടു, കാലും നഷ്ടപ്പെട്ടു, വീടും നഷ്ടപ്പെട്ടു. ആകെ സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും നടപ്പാവുന്നില്ല എന്നുള്ളതാണ് സന്ധ്യയുടെ പരാതി. ആകെ മമ്മൂട്ടി ഫൗണ്ടേഷൻ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്ത 3 ലക്ഷം രൂപ, പിന്നെ കാൽ വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി. അത് മമ്മൂട്ടി കൊടുക്കും. പക്ഷേ മമ്മൂട്ടി അല്ലാതെ ആരും വാക്കുപാലിച്ചിട്ടില്ല. രാഹുൽ സുരേഷ് വളരെ സങ്കടകരമായ കാര്യമാണ്. സന്ധ്യയ്ക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് സന്ധ്യയ്ക്ക് നഷ്ടപ്പെട്ടത്. സ്വന്തം കാല് നഷ്ടപ്പെട്ടു. മുന്നോട്ടുള്ള പോക്കിനെ എങ്ങനെയാണ് സന്ധ്യയ്ക്ക് നമ്മൾ സഹായിച്ചില്ലെങ്കിൽ? സർക്കാർ വാഗ്ദാനങ്ങൾ നടപ്പായില്ല എന്നാണോ ഇപ്പോൾ സന്ധ്യ പറയുന്നത്? രാഹുൽ, അരുൺ, അന്ന് മണ്ണിടിച്ചിലുണ്ടായ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു ദുഃഖമാണ്, ഒരു വിങ്ങലാണ്. അന്ന് രാത്രി 10 മണി മുതൽ പുലർച്ചെ 4 മണി വരെയായിരുന്നു ആ രക്ഷാപ്രവർത്തനം നീണ്ടത്. അതിനൊടുവിൽ സന്ധ്യയും ഭർത്താവായിട്ടുള്ള ബിജുവിനെയും ജീവനോടെ പുറത്തെടുക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിച്ചതെങ്കിലും ബിജുവിന് ജീവൻ നഷ്ടപ്പെടുകയും സന്ധ്യയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയുമായിരുന്നു. അതിനുശേഷം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് അടിമാലിയിലെ വീട്ടിലെത്തിയത്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടു. 1 വർഷം മുമ്പ് മകൻ നഷ്ടപ്പെട്ടു. ഇപ്പോൾ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. വീടും സ്ഥലവും നഷ്ടപ്പെട്ടു. ആകെയുള്ളത് മകൾ മാത്രമാണ്. മുന്നോട്ട് പോക്ക് വലിയ രീതിയിൽ പ്രതിസന്ധിയാണ്. അന്ന് ഈ അപകടം ഉണ്ടായപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിലൂടെ കുറിച്ചതാണ് ഈ മകളുടെ പഠന ചെലവിന് വേണ്ടി 1 ലക്ഷം രൂപയും കുടുംബത്തിന് മറ്റ് ചികിത്സാ സഹായവും പണവും നൽകാമെന്ന് അന്ന് മന്ത്രി പറഞ്ഞതാണ്. അതുകൂടാതെ ഇടുക്കിയിലെ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിനും കുറേയധികം വാഗ്ദാനങ്ങൾ നൽകിയതാണ്. ആ വാഗ്ദാനങ്ങളെല്ലാം വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണ് എന്നതാണ് മാസങ്ങൾക്കിപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1 രൂപ പോലും സർക്കാരിൽ നിന്നും നൽകിയിട്ടില്ല. കരാർ കമ്പനിയായ ഇകെക്ക് അടിയന്തര ധനസഹായമായി 3 ലക്ഷം രൂപ നൽകിയിരുന്നു. അതുകൂടാതെ മമ്മൂട്ടി ഫൗണ്ടേഷൻ ആശുപത്രി ചിലവ് വഹിക്കുകയും സന്ധ്യ, നമസ്കാരം സന്ധ്യ, വിഷമിക്കേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇപ്പോൾ ആകെ കിട്ടിയത് NHA തന്ന ഒരു 3 ലക്ഷം രൂപയും മമ്മൂട്ടി ആശുപത്രി ചിലവിന് വേണ്ടി തന്നൊരു 3 ലക്ഷം രൂപയും അത്രയേ കിട്ടിയിട്ടുള്ളൂ. സന്ധ്യ കേൾക്കാമോ എന്നെ? സന്ധ്യ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് മുന്നോട്ടുള്ള പോക്ക് വലിയ പ്രതിസന്ധിയിലാവും. സർക്കാർ കൊടുക്കണം, ഇൻഷുറൻസ് തുക കൊടുക്കണം. സർക്കാർ രാഹുൽ, എത്ര രൂപയാണ് ഇനി സന്ധ്യയ്ക്ക് കിട്ടാൻ ബാക്കിയുള്ളത്? അരുൺ, സർക്കാർ വാഗ്ദാനം ചെയ്ത 1 രൂപ പോലും കിട്ടിയിട്ടില്ല. അടിയന്തര ധനസഹായമായി 1 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞു, അത് നൽകിയിട്ടില്ല. ഈ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ ആ പണം നൽകാമെന്ന് പറഞ്ഞിരുന്നു, അത് നൽകിയിട്ടില്ല. വാടക വീട്ടിലാണ് സന്ധ്യ കഴിയുന്നത്. വാടക വീട്ടിലേക്ക് മാറുമ്പോൾ ഓരോ മാസവും വാടക നൽകാമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു, അതും നൽകിയിട്ടില്ല. അങ്ങനെ പറഞ്ഞ വാക്കുകൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നതാണ് നിലവിലെ അവസ്ഥ. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഈ വീടും സ്ഥലവും നഷ്ടപ്പെട്ട 25ഓളം കുടുംബങ്ങൾ വാടക വീടുകളിൽ കഴിയുന്നുണ്ട്. കഴിഞ്ഞ മാസം 5-ാം തീയതി ഈ പണം നൽകേണ്ടതായിരുന്നു, വാടക നൽകേണ്ടതായിരുന്നു. ആ പണം പോലും നൽകിയിട്ടില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടുമ്പോൾ NHA ആണ്, കരാർ കമ്പനിയാണ് ഇത് നൽകേണ്ടതെന്ന് പറയുന്നു. പക്ഷേ ആ പണം നൽകേണ്ടത് അവരാണെങ്കിലും ഇത് സർക്കാർ ഇടപെട്ട് അവരുടെ കയ്യിൽ ആർക്കാണ് സംശയം? അന്ന് ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ വാഗ്ദാനങ്ങളൊക്കെ സഹായിക്കാം എന്ന് പറഞ്ഞു. ഇപ്പൊ എവിടെയാണ് സന്ധ്യയെ സഹായിക്കാനുള്ള മനുഷ്യർ? തീർച്ചയായിട്ടും റവന്യൂ അധികാരികൾ ഇടപെട്ട് ഈ കാര്യം, PWD അധികാരികൾ ഇടപെട്ട് ഈ പണം NHAയുടെ കയ്യിൽ നിന്നാണെങ്കിൽ NHAയുടെ കയ്യിൽ നിന്ന് സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് കൊടുക്കാനുള്ള പണമാണെങ്കിൽ ആ 1 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കൊടുക്കുക. അതിനുശേഷം സന്ധ്യയ്ക്ക് മുന്നോട്ടുള്ള ജീവനോപാധി കൂടി നമ്മൾ കണ്ടെത്തി കൊടുക്കണം. ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മണ്ണിടിഞ്ഞു വീണ് ഒരു കുടുംബം ഒന്നാകെ ഇല്ലാതായി പോയ കഥയാണ് സന്ധ്യയുടേത്. സ്വന്തം കാലും നഷ്ടപ്പെട്ടു, ചലിക്കാൻ പോലും പറ്റാത്ത ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. അവരോട് വാഗ്ദാനം കൊടുത്ത തുക മുഴുവൻ അവരുടെ കയ്യിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നതാണ് വേണ്ടത്. പാവം സന്ധ്യ ഇനിയും വിഷമിപ്പിക്കാൻ അനുവദിക്കരുത്.